World and PSC പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ജികെ വേൾഡ് ആൻഡ് PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഞങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് അങ്ങോട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങളുടെ ഷെയറും കമൻറ്റും ലൈക്കും ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് ഫലപ്രദമായി തോന്നുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ ജികെ വേൾഡ് ആൻഡ് PSC ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, ഫേസ്ബുക്കിലൊക്കെ കയറുമ്പോൾ ഞങ്ങളുടെ പേജൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ ആവർത്തന ചോദ്യോത്തരങ്ങളാണ്. ഇനി വരുന്ന PSCയിൽ ഒരുപാട് എക്സാംസ് ഈ വർഷം നടക്കുന്നുണ്ട്. നമുക്കിതിലെല്ലാത്തിലും കോമൺ ആയിട്ട് GKയിൽ കാണാൻ സാധിക്കുന്ന ചോദ്യോത്തരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടുക്കാം. ഒളിപ്പോരിൽ പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? ചോദ്യം ശ്രദ്ധിക്കുക. ഒളിപ്പോരിലെ പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസികൾ ഏതെല്ലാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കുറിച്യരും കുറുമ്പരുമാണ്. കുറുമ്പരും കുറിച്യരുമാണ് ഒളിപ്പോരിൽ പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങൾ. സംഘകാലത്തെ ഏറ്റവും പ്രധാന കവിയത്രി ആരാണ്? ഉത്തരം ഔവയ്യാർ. ഔവയ്യാറാണ് സംഘകാലത്തെ ഏറ്റവും പ്രധാന കവയിത്രി. ഔവയ്യാർ. കായംകുളം എന്ന സ്ഥലത്തിന്റെ ആദ്യത്തെ പേരെന്താണ്? ഓടനാട്. ഓടനാട്. ഓടനാട് എന്നാണ് കായംകുളം എന്ന സ്ഥലത്തിന്റെ ആദ്യത്തെ പേര്. കേരള ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ശക്തൻ തമ്പുരാൻ ആരുടെ കൃതിയാണ്? പുത്തേഴത്തു രാമമേനോന്റെ കൃതിയാണ് കേരള ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ശക്തൻ തമ്പുരാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തെന്മലയിലാണ്. തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വിദേശികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കേരളീയ കലാരൂപം ഏതാണ്? വിദേശികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കേരളീയ കലാരൂപമാണ് കഥകളി. കഥകളിയാണ് വിദേശികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കേരളീയ കലാരൂപം. കേരളത്തിലെ പ്രഥമ വന്യജീവി സങ്കേതം എവിടെയാണ്? കേരളത്തിലെ പ്രഥമ വന്യജീവി സങ്കേതം പെരിയാറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമുദ്ര മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമുദ്ര മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രഹാറാണ്. സമുദ്രപ്രഹാർ. സമുദ്രപ്രഹാറാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമുദ്ര മലിനീകരണ നിയന്ത്രണ കപ്പൽ. ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകം എഴുതിയത് ആരാണ്? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകം എഴുതിയത് ആരാണ്? ഉത്തരം NN പിള്ള. NN പിള്ളയാണ് ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകം എഴുതിയിരിക്കുന്നത്. പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇടശ്ശേരി. ഇടശ്ശേരിയാണ് പ്രകൃതിയുടെ കവി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏക കായൽ ക്ഷേത്രം ഏതാണ്? കേരളത്തിലെ ഏക കായൽ ക്ഷേത്രമാണ് അനന്തപുര ക്ഷേത്രം. കാസർഗോഡ് ജില്ലയിലാണ് അനന്തപുര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം. ISROയുടെ ആസ്ഥാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അന്തരീഷ് ഭവൻ. ISROയുടെ ആസ്ഥാനം അറിയപ്പെടുന്നത് അന്തരീഷ് ഭവൻ എന്നാണ്. വീരരായർ പുതിയ പണം എന്ന നാണയമിറക്കിയ ഭരണാധികാരി ആരാണ്? ഉത്തരം സാമൂതിരി. സാമൂതിരിയാണ് വീരരായർ പുതിയ പണം എന്ന നാണയമിറക്കിയ ഭരണാധികാരി. അനന്തരായൻ പണം, അനന്തവരാഹം എന്നിവ എവിടത്തെ സ്വർണ്ണ നാണയങ്ങളാണ്? ചോദിച്ചിരിക്കുന്നത് അനന്തരായണൻ പണം, അനന്തവഹാരം എന്നിവ എവിടത്തെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു? തിരുവിതാംകൂറിലെ സ്വർണ്ണ നാണയങ്ങളാണ് അനന്തരായണം പണം, അനന്തവരാഹം എന്നിവ. യൂറോപ്യൻ രേഖകളിൽ വാർത്ത എന്ന് അറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കരുനാഗപ്പള്ളി.
കരുനാഗപ്പള്ളിയാണ് യൂറോപ്യൻ രേഖകളിൽ വാർത്ത എന്നറിയപ്പെടുന്ന പ്രദേശം. കേരളത്തിൽ ഉപ്പളങ്ങൾ പ്രചരിച്ചത് ആരാണ്? ഡച്ചുകാരാണ് കേരളത്തിൽ ഉപ്പളങ്ങൾ പ്രചരിപ്പിച്ചത്. പോർച്ചുഗീസുകാരുടെ കാലത്ത് പ്രസിദ്ധിയിലേക്ക് ഉയർന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? പോർച്ചുഗീസുകാരുടെ കാലത്ത് പ്രസിദ്ധിയിലേക്ക് ഉയർന്ന കേരളത്തിലെ ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജി പരമേശ്വര പിള്ളയാണ്. ജി പരമേശ്വരൻ പിള്ളയാണ് ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ആലപ്പുഴ ജില്ലയിൽ പ്രാചീന കാലത്തുണ്ടായിരുന്ന ബുദ്ധമത കേന്ദ്രം ഏതാണ്? ശ്രീമൂലവാസം. ശ്രീമൂലവാസമാണ് ആലപ്പുഴ ജില്ലയിൽ പ്രാചീന കാലത്തുണ്ടായിരുന്ന ബുദ്ധമത കേന്ദ്രം. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത്. പൂർവദിക്കിലെ ഏലത്തോട്ടം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? കേരളത്തെയാണ് പൂർവദിക്കിലെ ഏലത്തോട്ടം എന്ന് അറിയപ്പെടുന്നത്. യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം എന്നാണ്? 1908. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം. സ്വാതി തിരുനാളിന്റെ ആസ്ഥാന വിദ്വാൻമാർ ആരായിരുന്നു? തഞ്ചാവൂർ നാൽവർ. തഞ്ചാവൂർ നാൽവരാണ് സ്വാതി തിരുനാളിന്റെ ആസ്ഥാന വിദ്വാൻമാർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനിലെ ഏറ്റവും പ്രശസ്തനായ മിഷനറി ഏതാണ്? ബെഞ്ചമിൻ ബെയ്ലി. ബെഞ്ചമിൻ ബെയ്ലിയാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനിലെ ഏറ്റവും പ്രശസ്തമായ മിഷനറി. കേരളത്തിന്റെ മത്സ്യം എന്നറിയപ്പെടുന്നത് ഏത് മത്സ്യത്തെയാണ്? കരിമീൻ. കരിമീനെയാണ് കേരളത്തിന്റെ മത്സ്യം എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ആറളം. ആറളമാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം. ഏറ്റവും പ്രാചീനമായ ദക്ഷിണേന്ത്യൻ രാജവംശം ഏതാണ്? പാണ്ഡ്യവംശമാണ് ഏറ്റവും പ്രാചീനമായ ദക്ഷിണേന്ത്യൻ രാജവംശം. ഏറ്റവും പ്രാചീനമായ ദക്ഷിണേന്ത്യൻ രാജവംശമാണ് പാണ്ഡ്യവംശം. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് കേരളത്തിലെ പഴനി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിന് ആവശ്യമായ ജന്തു വാക്സിനുകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ പാലോട്. തിരുവനന്തപുരം ജില്ലയിലെ പാലോടാണ് കേരളത്തിന് ആവശ്യമായ ജന്തു വാക്സിനുകൾ ഉൽപ്പാദിച്ച് വിതരണം ചെയ്യുന്നത്. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന ഏക നഗരസഭ ഏതാണ്? തൃശൂർ. തൃശൂർ നഗരസഭയാണ് കേരളത്തിലെ സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന ഏക നഗരസഭ. കേരളത്തിൽ കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കൊല്ലം ജില്ലയിലെ 1000 തെങ്ങാണ് കേരളത്തിലെ കണ്ടൽ ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ വിഷപ്പാമ്പുകൾ എഴുതിയതാരാണ്? KG അടിയോടി. KG അടിയോടിയാണ് കേരളത്തിലെ വിഷപ്പാമ്പുകൾ എഴുതിയത്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴ. കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. KPCCയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? ഉത്തരം K മാധവൻ. K മാധവനാണ് KPCCയുടെ ആദ്യത്തെ സെക്രട്ടറി. സൂചിപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം. കേരളത്തിൽ ചൂരൽ വ്യവസായം ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം വർക്കല. വർക്കലയിലാണ് കേരളത്തിലെ ചൂരൽ വ്യവസായം ആദ്യമായിട്ട് ആരംഭിച്ചത്. അവകാശികൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മലയാള നോവൽ ഏതാണ്? കയർ. കയറാണ് അവകാശികൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മലയാള നോവൽ. അമർ ചിത്രകഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? അനന്ത പൈ. അനന്ത പൈ. അനന്ത പൈയാണ് അമർ ചിത്രകഥയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. അവകാശികൾ എന്ന നോവൽ എഴുതിയത് ആരാണ്? വിലാസിനി. വിലാസിനിയാണ് അവകാശികൾ എന്ന നോവൽ എഴുതിയത്.
ഏഴിമല രാജവംശത്തിന്റെ മറ്റൊരു പേര് എന്താണ്? കൊങ്കാനം. കൊങ്കാനമാണ് ഏഴിമല രാജവംശത്തിന്റെ മറ്റൊരു പേര്. അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എഴുതിയത് ആരാണ്? ഭാരതി ഉദയഭാനു. ഭാരതി ഉദയഭാനു ആണ് അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എഴുതിയത്. തുഞ്ചത്തെഴുത്തച്ഛൻ ജനിച്ചത് ഏത് നാട്ടുരാജ്യത്തിലാണ്? വെട്ടത്തുനാട്. വെട്ടത്തുനാടിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ജനിച്ചത്. തുഞ്ചത്തെഴുത്തച്ഛൻ ജനിച്ച നാട്ടുരാജ്യമാണ് വെട്ടത്തുനാട്. മധ്യകാല കേരള ചരിത്രത്തിൽ ശാസ്ത്രബാഹ്യൻ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനെയാണ് മധ്യകാല കേരള ചരിത്രത്തിൽ ശാസ്ത്രബാഹ്യൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. ആനക്കാശ് എന്ന നാണയം ഏത് രാജ്യത്തിൻ്റെതാണ്? മൈസൂർ. മൈസൂരിൻ്റെതാണ് ആനക്കാശ്. ഏത് നദിയുടെ കരയിലാണ് ഫറൂഖ് പട്ടണം? ബേപ്പൂർ പുഴ. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്താണ്? എക്കൽ മണ്ണ്. മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം ഏതാണ്? കണ്ടംബച്ച കോട്ട്. ഇന്ത്യയിലെ പൊതു സ്വകാര്യ പങ്കാളിത്തമുള്ള ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? കൊച്ചി. നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് ഇന്ത്യയിലെ പൊതു സ്വകാര്യ പങ്കാളിത്തമുള്ള ആദ്യത്തെ വിമാനത്താവളം. JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ ആദ്യത്തെ വനിത ആരാണ്? ആറന്മുള പൊന്നമ്മ. ആറന്മുള പൊന്നമ്മയാണ് JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹരായ ആദ്യത്തെ വനിത. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് കുറെ ചോദ്യോത്തരങ്ങളാണ്. ഇന്നും ആവർത്തിക്കുന്നത് പോലെ തന്നെ പറയുന്നു, ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊരു സ്ഥലത്ത് പോയിരുന്ന് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളൊപ്പം പറഞ്ഞ് പഠിക്കുക. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഒന്നും കൂടെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പഠിക്കാനും എളുപ്പമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിലോ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. മറക്കണ്ട, ഞങ്ങളുടെ FB പേജ് GK World and PSC എന്ന ഞങ്ങളുടെ FB പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്, റെസ്പോണ്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ മെസ്സേജിനൊക്കെ. അപ്പോൾ അടുത്ത ദിവസം പുതിയ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. മറക്കാതെ വീഡിയോസ് ഷെയർ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളും എൻ്റെ പഠന രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളോ എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും ഞങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ FB പേജ് വഴി ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നാളെ നിങ്ങളെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണുകയാണ്. Till then, bye and thank you for watching my channel.